أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولوا لمن تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്ത്രീകൾ മുടിയും പുരുഷന്മാർ മുടിയും താടിയും ചായം കൊടുക്കാൻ, കളറ് കൊടുക്കാൻ പാടുണ്ടോ? പലപ്പോഴായി പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻ-നഹ്ലിലെ 116-ാമത്തെ വചനം, അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത്, നിങ്ങളുടെ നാവുകൾ നിങ്ങളോട് വ്യാജ വിവരണം നൽകുന്നതിനനുസരിച്ചുകൊണ്ട് ഹാദാ ഹലാലും വഹാദാ ഹറാമും, ഇത് ഹറാമാണ് ഇത് ഹലാലാണ് എന്ന് വെറുതെ നിങ്ങൾ പറയുവാൻ പാടില്ല. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ കളവ് ആരോപിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പേരിൽ കളവ് ആരോപിക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. നമ്മിലൊരു സ്വഭാവമാണ്, പല വിഷയങ്ങളെ സംബന്ധിച്ചും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വാദഗതി എന്താണോ അതിനനുസരിച്ചുകൊണ്ട് അതിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കാതെ ഹറാമാണ് ഹറാമാണ്, അല്ലെങ്കിൽ ഹലാലാണ് ഹലാലാണ് എന്ന ഫത്വകൾ പറയുക എന്നത് സ്വാഭാവികമായി പലരിലും കാണാവുന്ന വേണ്ടാത്ത ഒരു സ്വഭാവമാണ്. ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് ആ രൂപത്തിൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ, താടിയും മുടിയും നിറം മാറ്റുന്നതിന്, ചായം കൊടുക്കുന്നതിന് ഇസ്ലാം അനുവാദം നൽകുന്നു എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നിറം നൽകുക എന്നതിന് അതിന്റെ പ്രോത്സാഹനമാണ് നൽകുന്നത്, അതിന്റെ സുന്നത്തിന്റെ ഒരു അവസ്ഥയിലേക്കാണ് അത് എത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ യഹൂദ വന്നസാറ ലാ യസ്ബൂന ഫഖാലിഫൂഹും. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ജൂത ക്രൈസ്തവന്മാർ അവർ ഒരിക്കലും മുടിക്കും അതുപോലെ താടിക്കുമെന്നും നിറം മാറ്റാറില്ല. അവർക്ക് നിങ്ങൾ എതിരാവുക, അഥവാ നിങ്ങൾ താടിക്കും മുടിക്കും ചായം നൽകുക. ഒരിക്കൽ
അൻസ്വാരികളുടെ അടുത്തുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന സമയത്ത് അവരുടെ താടിയൊക്കെ ഇങ്ങനെ നരച്ചു കിടക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ ഹമ്മറു വസഫറു വഖാലിഫു അഹ്ലൽ കിതാബ്. നിങ്ങളുടെ താടിക്ക് മുടിക്കൊക്കെ ചായം നൽകുക, ഒന്നുകിൽ മൈലാഞ്ചി നൽകുക, അല്ലെങ്കിൽ മഞ്ഞ കളർ നൽകുക, അങ്ങനെ നിങ്ങൾ ഈ വെള്ളയെ മാറ്റുക എന്ന് അൻസാരി നേതാക്കളായ ആളുകളോട് പ്രവാചകൻ പറഞ്ഞത് കാണാവുന്നതാണ്. അതുപോലെ പ്രവാചകന്റെ അടുത്തുകൂടി ഒരാളിങ്ങനെ നടന്നു പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മർറ അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, ഒരാൾ പ്രവാചകന്റെ അടുത്തുകൂടി നടന്നുപോയി. ഖദ് ഖലബ ബിൽ ഹിന്നാ, അയാൾ മൈലാഞ്ചി കൊണ്ട് ചായം നൽകിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹ്സന ഹാദാ, എന്ത് രസമുണ്ടത്, എന്ത് രസമുണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞു. പിന്നീട് വഖാലഫ മർറ ആഖറു, വേറൊരാൾ കുറച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ നടന്നുപോയി. അയാൾ ഖദ് ഖലബ ബിൽ ഹിന്നാഇ വൽ കതമ, അയാൾ ഹിന്നാവും കതമും കൂടിയിട്ടുള്ള കളർ നൽകിയിട്ടുണ്ട്. മൈലാഞ്ചി അതുപോലെ തന്നെ കതം എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അതിന്റെ നീരെടുത്താൽ അതിന്റെ കറുപ്പിനോട് സാമ്യമായ കളറാണ് ഉണ്ടാവുക. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു കളർ അയാൾ നൽകിയിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഹാദാ അഹ്സനു മിൻ ഹാദാ, നേരത്തേക്കാൾ നല്ലത് ഇതാണ്. ആദ്യം പോയ ഹിന്നാവ് മാത്രം കളർ കൊടുത്തതിനേക്കാൾ നല്ലത് ഇതാണ്. പിന്നീട് പ്രവാചകന്റെ അടുത്തുകൂടി മറ്റൊരാൾ നടന്നു പോയി. കത് ഖലബ ബിസ്സുഫ്ര, അപ്പൊ അയാൾ ഒരു മഞ്ഞ നിറത്തിലേക്ക് വരുന്ന രൂപത്തിലുള്ള കളറാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നബി പറഞ്ഞു, ഹാദാ അഹ്സനു മിൻ ഹാദാ കുല്ലിഹി, നേരത്തുള്ള രണ്ടിനേക്കാളും നല്ലത് ഇതാണ്. അപ്പൊ ഹിന്നാ, കതം, അതുപോലെ മഞ്ഞ കളർ, ഇതുപോലെ വെള്ള കളറിനെ മാറ്റുന്ന രൂപത്തിലുള്ള ശീലം പ്രവാചകൻ പറഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതും ഒക്കെയാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം, അത് പ്രവാചകന്റെ കാലത്തിന് ശേഷം സ്വഹാബത്തിന്റെ കാലം തൊട്ടേ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വഹാബികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ, അഥവാ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഏകോപിച്ച രണ്ട് അഭിപ്രായമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളാണ് അന്ന് തൊട്ടേ, എന്നാൽ അതിൽ ഏകാഭിപ്രായത്തോടുകൂടി ഇത്തിഫാഖായ രണ്ട് വിഷയം. ഒന്ന്, കളറ് ബ്ലാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് യുദ്ധ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ്, അല്ലെങ്കിൽ ചിലർ അത് മുസ്തഹബാണ് എന്ന് വരെ പറഞ്ഞു. യുദ്ധ സന്ദർഭങ്ങളിൽ ശത്രുക്കളായ ആളുകൾ ഇവർ പ്രായം ചെന്നവരല്ല എന്ന് വരുത്തി കാണിക്കുവാനും അവർക്കങ്ങനെ തോന്നുവാനും വേണ്ടി അങ്ങനെ കളർ നൽകുന്നത് ഇത്തിഫാഖായി എല്ലാവരും ഒരുപോലെ അത് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഇത്തിഫാഖായ കാര്യം, എല്ലാവരും ഏകോപിച്ച് പറയുന്ന കാര്യം, ഈ മുടി കളർ മാറ്റിയതിന് ശേഷം അതിന്റെ പേരിൽ ഒരു വഞ്ചന പാടില്ല എന്നതാണ്. ഒരു 60ഓ 70ഓ വയസ്സുള്ള ആള് ഒരുപക്ഷെ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഞാൻ പ്രായം കുറഞ്ഞവനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബ്ലാക്ക് കളറോ അതുപോലുള്ള കളറോ കൊടുത്തിട്ട് ഞാൻ എന്റെ പ്രായം കുറക്കാൻ വേണ്ടി അങ്ങനെ വഞ്ചന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ചെയ്യുന്നത് എങ്കിൽ അത് പാടില്ല എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. ഈ രണ്ട് കാര്യത്തിൽ ഇതിൽ യോജിച്ച അഭിപ്രായമാണുള്ളത്. ബാക്കി വരുന്ന വിഷയത്തിൽ, ഈ രണ്ട് വിഷയങ്ങളല്ലാത്ത ബാക്കി വരുന്ന വിഷയങ്ങളിലെല്ലാം കറുപ്പ് ചായം കൊടുക്കാമോ കൊടുക്കാൻ പാടില്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, ഉലമാഇന്നിടയിൽ 3 അഭിപ്രായങ്ങൾ കാണാവുന്നതാണ്. ഒന്ന്, കറാഹത്താണ് എന്ന അഭിപ്രായമാണ്. രണ്ടാമത്തത് ഹറാമാണ് എന്ന അഭിപ്രായമാണ്. മൂന്നാമത്തത് ജായിസാണ് എന്ന അഭിപ്രായമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ അഭിപ്രായ വ്യത്യാസമല്ല, പണ്ട് കാലം തൊട്ടേ പോന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ മനസ്സിലാക്കിയിടത്ത് വന്നിട്ടുള്ള ചർച്ചകളിലാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അത് കറാഹത്താണ് എന്ന് പറയുന്ന ആളുകൾ ഇമാം മാലിക്കും ഹംബലി മദ്ഹബും, അഥവാ മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും കറാഹത്താണ്, ഹറാമൊന്നുമല്ല, കറാഹത്താണ് എന്ന് പറയുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെയും ഷാഫി മദ്ഹബിലെയും ചില പ്രമുഖരായ ആളുകളും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്, കറാഹത്താണ് എന്ന അഭിപ്രായത്തോടു കൂടി. എന്നാൽ അത് ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ ഷാഫിഈ മദ്ഹബിൽപ്പെട്ട ആളുകളാണ്.
ഷാഫി മദ്ഹബ് പൊതുവിൽ ചില ആളുകൾ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി പൊതുവേ അത് ഹറാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിലും അതുപോലെ തന്നെ മജ്മൂഅ് എന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്, ഇത്തഫഖൂ അയ ശാഫിഇയ്യ, ശാഫിയാക്കളായ ആളുകൾ അലാ ദമ്മി ഹിലാബി റഅസി അവിൽ ലഹിയ ബിസ്സവാദ്, ഈ താടിക്കും അതുപോലെ മുടിക്കുമെല്ലാം കറുപ്പ് നിറം നൽകുന്നതിനെ സംബന്ധിച്ച് അത് ആക്ഷേപാർഹമായ കാര്യമാണ് എന്ന കാര്യത്തിൽ അവർ യോജിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ തന്നെ ആ മദ്ഹബിൽപ്പെട്ട ഗസാലിയെ പോലെയുള്ള ആളുകൾ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലും ഇമാം ബഗവി തന്റെ തഹ്ദീബ് എന്ന ഗ്രന്ഥത്തിലും അതുപോലെ മറ്റൊരുപാട് ആളുകൾ എല്ലാം പറയുന്നത് വഹുവ മക്റൂഹുൻ, അത് മക്റൂഹാണ് എന്നാണ്. എന്നിട്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വല്ലാഹിറു ഇബാറാത്തിഹിം അന്നഹും കറാഹത്തുൻ, ഇബാറത്തുകളുടെ പ്രകട രൂപം എടുത്ത് നോക്കിയാൽ അത് കറാഹത്താണ്, ഹറാമൊന്നും അല്ല. എന്നാൽ നമ്മുടെ അടുക്കൽ അഥവാ നമ്മുടെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ അത് ഹറാമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ്. അവിടെ തന്നെ പറയുന്നത് കറാഹത്ത് എന്ന് പറയുന്നത് കറാഹത്തു തൻസീഹ് എന്ന് പറയുന്ന ഒരു കറാഹത്തും കറാഹത്തു തഹ്രീം എന്ന ഒരു കറാഹത്തും ഫിഖിൽ നമുക്ക് കാണാവുന്നതാണ്. അഥവാ കറാഹത്ത് തൻസീഹ് എന്ന് പറയുന്ന കറാഹത്ത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കറാഹത്ത് തഹ്രീം എന്ന കറാഹത്ത് അത് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം. ആ പറഞ്ഞ കറാഹത്തിലാണ് ഈ ഷാഫിഈ മദ്ഹബിൽപ്പെട്ട ആളുകളും ഈ കാര്യത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആദ്യം കറാഹത്താണെന്ന് പറഞ്ഞ രണ്ട് മദ്ഹബുകൾ, പിന്നീട് ഹറാമാണെന്ന് മുഖ്യമായ ആളുകളും പറഞ്ഞിട്ടുള്ള ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം, പിന്നീട് അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകളുടെ അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ് നാം വിശദീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇബ്നു ശിഹാബുർ സുഹരി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കുന്നാ നഖ്ദുബു ബിസ്സവാദി ഇദാ കാനൽ വജ്ഹു ജദീദൻ, ഞങ്ങളുടെ മുഖം പ്രസന്നമായിരിക്കുമ്പോഴും അതുപോലെ പ്രസരിപ്പോട് കൂടി നിൽക്കുമ്പോഴും ഞങ്ങളുടെ മുടികൾക്കും താടിക്കുമെല്ലാം കറുപ്പ് കളർ നൽകാറുണ്ടായിരുന്നു. കണ്ടാൽ ഒരു പ്രായം തോന്നിക്കാത്ത ആ രൂപത്തിലുള്ള ശരീര പ്രകൃതിയിലേക്ക് എത്തിയിട്ടുള്ള അവസ്ഥയായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ കറുപ്പ് ചായം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഞങ്ങളെ പല്ലും അതുപോലെ തന്നെ ഞങ്ങളുടെ ശരീരമൊക്കെ ചുക്കിച്ചുളിയുകയും ഞങ്ങളുടെ പ്രായത്തിന്റെ അവസ്ഥ ഞങ്ങളുടെ ശരീരത്തിൽ തന്നെ പ്രകടമാവുകയും ചെയ്താൽ ഞങ്ങൾ ആ കറുപ്പ് ഞങ്ങൾ ഒഴിവാക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ കറുപ്പ് അതുവരെയൊക്കെ ഞങ്ങൾ കറുപ്പ് നൽകാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നു ശിഹാബ് സുഹരി ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിൽ ഹിന്നാഇ വൽ ഖതമ വഖ്തലബ ഉമർ റളിയല്ലാഹു അൻഹു ബിൽ ഇന്നാഇ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിന്ന കൊണ്ടും കത്തമ കൊണ്ടും, അഥവാ കത്തം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ നീരെടുത്താൽ കറുപ്പിനോട് സാമ്യമുള്ള ഒരു നീരാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ചെടി ഉപയോഗിച്ചുകൊണ്ടും ആ മുടിയെ നിറം മാറ്റിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്നാൽ അത് ചെയ്തിരുന്നില്ല, കത്തം എടുത്തിരുന്നില്ല, ഹിന്ന മാത്രമായിരുന്നു, മൈലാഞ്ചി മാത്രമാണ് എടുത്തിരുന്നത് എന്നും കാണാവുന്നതാണ്. അപ്പോ കറുപ്പ് കളർ ഉപയോഗിച്ചിരുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ഒരുപാട് പ്രധാനികളായ ആളുകൾ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഫഖദ് റഖസ ഫീഹി ത്വായിഫത്തുൻ മിനസ് സലഫ്, മുൻഗാമികളായ സലഫുകളിൽപ്പെട്ട ഒരുപാട് ആളുകൾ കറുപ്പ് ചായം ഉപയോഗിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻഹും സഅദ് ഇബ്നു അബീ വഖാസ്, പ്രമുഖ സഹാബി സഅദ് ഇബ്നു അബീ വഖാസ് അതിൽപ്പെടും, ഉഖബത്ത് ഇബ്നു ആമിർ അദ്ദേഹം അതിൽപ്പെടും, വൽ ഹസൻ വൽ ഹുസൈൻ നബിയുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വജരീർ റളിയല്ലാഹു അൻഹു വഗൈറു വാഹിദിൻ, അതുപോലെ ഒന്നിലധികമുള്ള ഒരുപാട് ആളുകൾ. വഖ്താറഹു ഇബ്നു ഹാത്തിം ഫീ കിതാബിൽ ഖിലാബി ലഹു, ഇബ്നു ഹാത്തിം തന്റെ ചായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഈ നിലപാടാണ്. അപ്പോ പ്രമുഖരായ ഒരുപാട് സ്വഹാബികളും ഇതുപോലെ അവരുടെ ശരീരത്തിന്റെ അവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് കറുപ്പ് ചായം നൽകിയിരുന്നു എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കറുപ്പ് ചായം നൽകിയിരുന്നുവോ?
പ്രവാചകൻ കറുപ്പ് ചായവും ഒരു ചായവും നൽകിയിരുന്നില്ല. കാരണം പ്രവാചകന്റെ മുടികളൊന്നും തന്നെ നരച്ചിരുന്നില്ല. സ്വഹാബത്ത് പറയുന്നു, അവിടവിടങ്ങളിലായി കൊണ്ട് എണ്ണിയാൽ അവർ ചില ഹദീസുകളിൽ കാണാൻ ഞങ്ങളൊരു 8 മുടി നരച്ചതായി കണ്ടു, താടിയുടെ ഒരു 6 എണ്ണം നരച്ചതായി, അത്രക്കും അവർ പ്രവാചകനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോ അവിടവിടങ്ങളിലായി 1-2 മുടികൾ എണ്ണാവുന്ന അത്രയും മുടികൾ മാത്രമേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ രൂപത്തിൽ ഒരു നിറവും ഉപയോഗിച്ചുകൊണ്ട് നിറം മാറ്റിയിരുന്നില്ല എന്നാണ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഹിജ്റ 597 വഫാത്തായ ഇമാം ജൗസി റഹിമഹുല്ല, ജമാലുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നുൽ ജൗസി എന്ന് പറയുന്ന ജൗസി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം പറയുന്നു, വഅലം അന്നഹു ഖലബ ജമാഅത്തുൻ മിനസ് സ്വഹാബ ബിസ്സവാദി. ഈ സ്വഹാബത്തിൽ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ രൂപത്തിൽ കറുപ്പ് ചായം നൽകിയിട്ടുണ്ട്. മിൻഹും അൽ ഹസൻ വൽ ഹുസൈൻ വ സഅദ് ഇബ്നു അബി വഖാസ് വ ഖൽഖുൻ കസീർ മിനത് താബിഈൻ. സ്വഹാബികളിൽ ഈ എണ്ണപ്പെട്ട പ്രധാനികളായ ആളുകളും താബിഈങ്ങളിൽപ്പെട്ട ധാരാളം ആളുകളും അങ്ങനെ നൽകിയിട്ടുണ്ട് എന്ന് ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ അദ്ദേഹം മദ്ഹബിയായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ചിലർ കറാഹത്താണ് എന്ന് പറഞ്ഞതു തന്നെ അവിടെ പുരുഷന്മാർക്ക് കറാഹത്താണ് എന്നാണ്. ഇമാം ഹുലൈമിയുടെ ഉദ്ധരണി അങ്ങനെയാണ്, അന്നൽ കറാഹത്ത ഖാസത്തുൽ ലിരിജാൽ. കറാഹത്താണെന്ന് പറഞ്ഞത് തന്നെ അത് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ദൂനൻ നിസാ, സ്ത്രീകളെ സംബന്ധിച്ചല്ല. ഫയജൂസു ദാലികൽ മർഅത്തി ലിഅജ്ലി സൗജിഹാ. ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടത് തന്നെയാണ്. തന്റെ പ്രായത്തിനും അതുപോലെ ഭർത്താവിന്റെ താല്പര്യത്തിനും അനുസരിച്ചുകൊണ്ട് സ്ത്രീ തന്റെ മുടിക്ക് കറുപ്പ് ചായം നൽകാവുന്നത് ജായിസ് തന്നെയാണ്. ഇത് കറാഹത്ത് എന്ന് പറഞ്ഞത് തന്നെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് അവിടെയും നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള 3 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ കാണാവുന്നതാണ്. ഇത് വരാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട 2 ഹദീസുകളാണ് ഉദ്ധരിക്കപ്പെടുന്നത്. നിറം നൽകാം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കറുപ്പല്ലാത്ത നിറങ്ങൾ നൽകുന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കറുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 അഭിപ്രായങ്ങൾ വരാൻ പ്രധാനമായും 2 ഹദീസുകളാണ് വന്നിട്ടുള്ളത്. അവയിൽ ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫയെ മക്കം ഫത്ഹിന്റെ സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ താടിയും തലയും എല്ലാം നരച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജ്റു ഹാദാ ബിശൈഇൻ, നിങ്ങൾ അദ്ദേഹത്തെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഈ വെള്ളയൊന്ന് മാറ്റുക. വജ്തനിബു അസ്സവാദ, നിങ്ങൾ കറുപ്പിനെ ഒഴിവാക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാവുന്നതാണ്. ഈ ഹദീസ് മുഴുവനായി അതിന്റെ ലാഹിറായ ഭാഗം വായിച്ചുകൊണ്ടാണ് ഹറാമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ ഈ ഹദീസ് വെച്ചുകൊണ്ട് പാടില്ല എന്ന് പറയുന്നു. കാരണം പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വജിത്തനിബു അസ്സവാദ, നിങ്ങൾ കറുപ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കറുപ്പിടാൻ പാടില്ല, കറുപ്പിട്ടാൽ ഹറാമാണ് എന്ന്. അവിടെ വരുന്ന വേറൊരു വസ്തുതയുണ്ട് മനസ്സിലാക്കേണ്ടുന്നത്. ഒരു ഹദീസിന്റെ ആദ്യ ഭാഗം ഫർളിനെ സൂചിപ്പിക്കുന്നില്ല എങ്കിൽ അവസാനത്തെ ഭാഗം ഹറാമിനെ കുറിക്കുന്നതല്ല. അപ്പൊ ആദ്യ ഭാഗം പറഞ്ഞല്ലോ, നിങ്ങൾ വല്ലതും മാറ്റി കൊടുക്കുക, കളറ് മാറ്റുക എന്ന് പറഞ്ഞ നിർബന്ധമായി ചെയ്യാനല്ലല്ലോ, ഫർളല്ലല്ലോ. അതേ ആശയം മാത്രമേ വജ്തനിബു അസ്സവാദ, നിങ്ങൾ കറുപ്പിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ വാചകത്തിനും അർത്ഥകൽപ്പന നൽകാൻ പാടുള്ളൂ. ആദ്യത്തെ വാചകത്തിന് അഥവാ കൽപ്പന എന്താണോ, ആ കൽപ്പനയുടെ ഹുക്മ് എന്താണോ, ആ ഹുക്മ തന്നെയാണ് രണ്ടാമത് പറഞ്ഞ കറുപ്പുമായി ബന്ധപ്പെട്ടിടത്തും പറയാൻ പാടുള്ളൂ എന്നതാണ് മറുപക്ഷം വാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ഇമാം മുസ്ലിം തന്നെ 2 റിപ്പോർട്ടുകളിലൂടെയായി ഈ ഹദീസ് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് വന്നിടത്ത് എന്ന് മാത്രമേയുള്ളൂ, വജിത്തനിബു എന്നില്ല, നിങ്ങൾ കറുപ്പ് ഒഴിവാക്കുക എന്ന ഭാഗം 2ാമത്തെ റിപ്പോർട്ടിലില്ല. ഇത് വെച്ചുകൊണ്ട് മുഹദ്ദിസുകളായ ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ എന്ന ഭാഗം ഹദീസിൽ സിയാദയായി വന്നതാണ്.
അധികരിച്ചു കൊണ്ടുവന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അത് മുസ്ലിമിന്റെ തന്നെ റിപ്പോർട്ടുകളിൽ, മറ്റു റിപ്പോർട്ടിലില്ല, മറ്റ് ഹദീസുകളിലും വന്നിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായമാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. പിന്നെ മറ്റൊന്ന്, ഈ ഹദീസുകൾ ഇങ്ങനെ വന്നത് പ്രവാചകന്റെ കാലത്താണ്, മക്കം ഫത്ഹിന്റെ സമയത്താണ്. അപ്പൊ ഇത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മനസ്സിലാവേണ്ടത് സ്വഹാബത്തിനാണ്. ആ സ്വഹാബത്ത് തന്നെ ഇതിന്റെ അർത്ഥം അങ്ങനെയായിരുന്നു എങ്കിൽ അതിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കുമായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ പ്രമുഖരായ ഒരുപാട് സ്വഹാബികളും കറുപ്പ് ചായം ഉപയോഗിച്ചിരുന്നു എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് അതാണ് കുറിക്കുന്നത് എങ്കിൽ അവരൊന്നും തന്നെ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നില്ല. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നുൽ ഖയ്യിം തന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് എടുത്തു കൊടുക്കുന്നുണ്ട്. വഫി റിസാലത്തുൽ ഖദീമ അശ്ശാഫിഈ, ഇമാം ഷാഫിയുടെ പഴയ ലേഖനത്തിൽ വരുന്നത് ബഅദ ദക്കറ സ്വഹാബ, സ്വഹാബത്തിനെ ഉദ്ധരിച്ചതിന് ശേഷം വതഅ്ലീമിഹിം, അവരെ മഹത്വപ്പെടുത്തിയതിനു ശേഷം ഖാൽ, അദ്ദേഹം പറഞ്ഞു വഹും ഫൗഖനാ, അവരൊക്കെ, ആ സ്വഹാബത്തൊക്കെ നമ്മളെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ്. ഫീ കുല്ലി ഇൽമിൻ, എല്ലാ അറിവിന്റെ വിഷയത്തിലും, വജ്തിഹാദിൻ, അതുപോലെ ഇജ്തിഹാദിന്റെ വിഷയത്തിലും, വറഇൻ വഅഖ്ലിൻ, അതുപോലെ സൂക്ഷ്മതയുടെ വിഷയത്തിലും, ബുദ്ധിയുടെ കാര്യത്തിലും, അതുപോലെ വഅംറിൻ ഉസ്തുദ്രിക ബിഹി ഇൽമുൻ, പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഇൽമ് ഗ്രഹിക്കുന്ന, അതെന്താണെന്ന് മനസ്സിലാകുന്ന വിഷയത്തിലും പ്രവാചകന്റെ കാലത്തുള്ള സ്വഹാബത്ത് നമ്മളെക്കാളെല്ലാം എത്രയോ ഉയരത്തിലാണ്. അവരുടെ അഭിപ്രായങ്ങൾക്കാണ് നമ്മുടെ അഭിപ്രായങ്ങളെക്കാൾ ഏറ്റവും സ്ഥാനമുള്ളത്. അതുകൊണ്ട് സ്തുത്യർഹമായ അഭിപ്രായം അവരുടേതാണ്. നമ്മുടെ ഓരോരുത്തരെയും അഭിപ്രായത്തെക്കാൾ സ്വഹാബത്ത് ഇതെങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ ചെയ്തു, അതാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഈ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ പറഞ്ഞ ഒരു ഹദീസിന്റെ അടിസ്ഥാനം, അതിന്റെ പ്രകടമായ രൂപം നോക്കിക്കൊണ്ട് ചില ആളുകൾ കറാഹത്താണെന്നോ ഹറാമാണെന്നോ പറയുന്നു. വേറെ ചില ആളുകൾ അല്ല, ഈ ഹദീസിന് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്, അതുണ്ടെങ്കിൽ സ്വഹാബത്ത് തന്നെ അതിനെതിര് ചെയ്യില്ലായിരുന്നു എന്ന വാദത്താൽ അനുവദനീയമാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഖൗമുൻ യഖ്ലിബൂന ബിഹാദ സവാദി ആഖിറുസ് സമാൻ കഹവാസിലിൽ ഹമാം ലാ യുരീഹൂന റായിയത്തൽ ജന്ന, അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ കടന്നു വരും, അവർ കറുപ്പ് കൊണ്ട് ചായം നൽകും, അവരുടെ ഈ മാടപ്രാവുകളുടെ നിറങ്ങൾ പോലെ, മേടകൾ പോലെയായിരിക്കും അവർ ആ നിറം നൽകിയാൽ കാണുക. ലാ യുരീഹൂന റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല എന്ന ഒരു ഉദ്ധരണി, ഒരു ഹദീസ് ഇമാം നസായി ഉദ്ധരിക്കുന്നതായി കാണാവുന്നതാണ്. എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ച്, ഈ ഹദീസ് പൂർണ്ണമായും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ സ്വഹീഹായിരുന്നുവെങ്കിൽ ഈ അഭിപ്രായത്തിൽ മുസ്ലിം ലോകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ജൗസി തന്റെ മൗദൂഅത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഹാദാ ഹദീസുൻ ലാ യസിഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഹദീസ് പൂർണ്ണമായി ശരിയല്ല. അതുപോലെ തന്നെ ഈ ഹദീസ് തന്നെ മൗഖൂഫാണോ അതല്ല മർഫൂ ആണോ എന്ന രൂപത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വഹാബി വരെ എത്തിയിട്ടുള്ള ഹദീസാണോ അതല്ല നബിയിലേക്ക് ചേർത്ത് പറഞ്ഞ ഹദീസാണോ എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരു ഹദീസാണ് ഈ പറയപ്പെട്ട സ്വർഗത്തിന്റെ വാസന അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് എന്നതാണ്. ആ വിഷയത്തിൽ അനുകൂലിക്കുന്ന ആളുകൾ പ്രകടമായി ഹദീസിന്റെ ബാഹ്യഭാഗം നോക്കിക്കൊണ്ട് ഹറാം എന്ന ഫത്വകൾ നൽകുന്നു. എന്നാൽ അതിന്റെ മുഹദ്ദിസുകളായ ആളുകളും സ്വഹാബത്തും നൽകിയിട്ടുള്ള അതിന്റെ പഠനമനുസരിച്ചുകൊണ്ടും ചെയ്തികൾ ഫീലുകൾ അനുസരിച്ചുകൊണ്ടും ചില ആളുകൾ അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് അനുവദനീയമായേക്കാം, ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ യുദ്ധ സന്ദർഭങ്ങൾ അങ്ങനെ ചെയ്യാവുന്നതാണ്, അഭിപ്രായ വ്യത്യാസമില്ല.
ആളെ പറ്റിക്കാനാണ് എങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അത് തീർച്ചയായും ഹറാമായത് തന്നെയാണ്. എന്നാൽ പ്രായാധിക്യത്താൽ അങ്ങേ തലക്കലെത്തിയ നാം നേരത്തെ പറഞ്ഞ അബൂ ഖുഹാഫയെ ഈ മക്കം ഫത്തിന്റെ സമയത്ത് കൊണ്ടുവന്നപ്പോ 95 വയസ്സുണ്ട് അബൂ ഖുഹാഫക്ക്. 95 വയസ്സുണ്ട്. അതുകൊണ്ട് വജ്തനിബൂഹു, അത് അദ്ദേഹത്തിന് മാത്രം ബാധകമായതാണ്. അദ്ദേഹത്തിന് നിങ്ങൾ കറുപ്പ് നൽകരുത്. 95 വയസ്സുള്ള ഒരാൾക്ക് വീണ്ടും താടിയും മുടിയും ഒക്കെ കറുപ്പ് നൽകിയാൽ അത് ബോറായിരിക്കും, വൃത്തികേടായിരിക്കും അങ്ങനെ ചെയ്താൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പ്രായാധിക്യത്തിൽ നമ്മുടെ ഒരു പ്രായമെത്തി എങ്കിൽ പിന്നെ നമുക്ക് സ്വമേധയാ അതിനെ അങ്ങ് വിടുന്നതാണ് നല്ലത്. ഇനി അകാല നരയോ രോഗം ബാധിച്ചത് കൊണ്ടുണ്ടാകുന്ന അവസ്ഥകളോ ആണ് എങ്കിൽ തീർച്ചയായും നമുക്ക് അത് മാറ്റാവുന്നതാണ്. ശരീരത്തിന്റെ ആരോഗ്യവും പ്രസരിപ്പും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് തനിക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്താൽ അയാളുടെ പിറകിൽ കൂടി ഹറാം ഹറാം എന്ന ഫത്വയായിട്ട് നടക്കേണ്ടതില്ല. കാരണം മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതാണ്. ഒരാൾക്ക് അങ്ങനെ തോന്നിയാൽ അയാൾ അങ്ങനെ ചെയ്യട്ടെ. അയാൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അയാൾ കുറ്റക്കാരനുമാവുകയില്ല. കാരണം ആ വന്നിട്ടുള്ള ഹദീസുകൾ ഇന്നതിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് അയാൾ ചെയ്തത് എങ്കിൽ കുഴപ്പമില്ല. അപ്പോ ഈ വിഷയത്തിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞാൽ ഇതൊക്കെയാണ് വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അതിൽ നമ്മുടെ മനസ്സിനും ചിന്തക്കും നമ്മുടെ ഇസ്ലാമികമായ വിവരത്തിനും അനുസരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഫത്വകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം പറഞ്ഞ ഈ വാചകങ്ങളിൽ നിന്ന് വളരെ ഷോർട്ടായിക്കൊണ്ട് പറഞ്ഞതിൽ നിന്ന് വിശാലമായ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ആദ്യ ഭാഗം തൊട്ട് ഈ കുത്തുബ ശ്രവിക്കാത്ത ആളുകൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ പുറത്തിറങ്ങി അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ എല്ലാ ഭാഗങ്ങളും അതിന്റെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ള, അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുള്ള, കറാഹത്താണെന്ന് പറഞ്ഞിട്ടുള്ള ആ വാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ധൻ ആനയെ കാണാൻ പോകുന്നത് പോലെ എവിടെയെങ്കിലും ഒരു വാചകം കേട്ടുകൊണ്ട് ഫത്വകൾ, നിങ്ങൾ ഖുർആന്റെ ആയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹറാം ഹലാൽ എന്ന ഫത്വയ്ക്ക് വേണ്ടി വാദം ഉന്നയിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിലും എല്ലാ വിഷയത്തിലും സത്യം സത്യമായി മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നരയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സംശയത്തിന് മറുപടിയാണ് നാം പറഞ്ഞിട്ടുള്ളത്. ഇനി പരലോകത്ത് വരുമ്പോ നരകത്തിലുള്ള ആളുകൾ ചോദിക്കുന്ന, അവരോട് പറയുന്ന ഒരു ചോദ്യം ഖുർആൻ സൂറത്ത് ഫാത്തിരിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ ഫദൂഖു ഫമാ ലിൽസാലിമീന മിൻ നസീർ. നിങ്ങൾക്ക് ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ മാത്രമുള്ള സമയം ദുനിയാവിൽ നമ്മൾ തന്നിട്ടില്ലായിരുന്നുവോ? നിങ്ങളുടെ മുമ്പിലേക്കെല്ലാം മുന്നറിയിപ്പുകാർ, പ്രാസംഗികന്മാർ, അതുപോലെ തന്നെ കുത്തുബ പറയുന്നവർ അവരെത്തിപ്പെട്ടിട്ടില്ല, ഉത്ബോധകന്മാരായ ആളുകൾ എത്തിപ്പെട്ടിട്ടില്ലായിരുന്നുവോ? എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ആയില്ലേ? ഫദൂഖൂ, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷയെ ആസ്വദിച്ചു കൊള്ളുക. ഫമാ ലിൽസാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് ഒരു രക്ഷകനും സഹായം ഉണ്ടായിരിക്കുകയില്ല. ഇതിൽ പറഞ്ഞ നിങ്ങൾക്ക് ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ പറ്റുന്ന അവസ്ഥകളും മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നുവോ എന്ന് പറഞ്ഞ വജാഅകുമുൻ നദീർ എന്നതിനെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി യഅനി അശ്ശൈബു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരയാണ്. നമ്മുടെ മുടി നരച്ചതായി, താടി നരച്ചതായി, എവിടെയെങ്കിലും രോമത്തിന് നിറം മാറിയതായി കാണുമ്പോ എന്റെ മുന്നറിയിപ്പുകാരൻ വന്നിരിക്കുന്നു എന്ന ഒരു ബോധം നമ്മളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് അത് സഹായകമാവേണ്ടത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ പ്രവാചകൻ പറഞ്ഞ ഒരു തിരുവചനം, മൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാമി കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ. ഒരാൾക്ക് നരമാദിച്ചിട്ടുണ്ട് എങ്കിൽ
ആ നര പരലോകത്ത് അവന് ഒരു പ്രകാശമായി തീരുന്നതാണ്. അതൊരു ശാപമോ കോപമോ ഒന്നുമല്ല. അതല്ല, അവന്റെ പ്രായവും പ്രകൃതിയും ഒക്കെ അനുസരിച്ചുകൊണ്ട് കടന്നു വരുന്ന സ്വാഭാവികമായ അവസ്ഥകളാണ്. അങ്ങനെ ബാധിച്ചാൽ അത് അവന് ഓർമ്മപ്പെടുത്തലാണ്, മുന്നറിയിപ്പുകാരനാണ് എന്ന് ഹദീസിൽ കാണുന്നു. മാമിൻ മുസ്ലിമിൻ യശീബു ശൈബത്തൻ ഫിൽ ഇസ്ലാം ഇല്ലാ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് അത് പ്രകാശമായി തീരും എന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഭരണമേറ്റെടുത്തതിന് ശേഷം ഒരാളെ, ഒരു തൊഴിലാളിയെ നിശ്ചയിച്ചത്, എല്ലാ ദിവസവും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ ഉമറെ നീ മരിക്കും എന്ന് പറയണം. അയാളെ ജോലി അതാണ്. ഉമറിനെ കാണുന്ന സമയത്ത് ഉമറെ മരിക്കുട്ടോ എന്ന് ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ ജോലിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. കുറെ കഴിഞ്ഞ് ഒരു ദിവസം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മതി, എനിക്ക് പറയണമെന്നില്ല. എന്താ അമീറുൽ മുഅ്മിനീൻ അങ്ങനെ പറയാൻ കാരണം? ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോ എന്റെ താടിയും തലയും ഒക്കെ നിറം മാറിയത് ഞാൻ കണ്ടു. എനിക്ക് അത് നോക്കിയാൽ തന്നെ ഓർമ്മ ഉണ്ടാകും. ഞാൻ അത് ഏകദേശം ദുനിയാവിനോട് വിട പറയാനുള്ള സമയമായി എന്നത് നോക്കിയാൽ മനസ്സിലാവും എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇബ്നു ഖൈൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു കവി, പണ്ടുകാലത്ത് ജാഹിലിയ കവികൾക്കൊക്കെ മദ്യവും മദിരാക്ഷിയും എല്ലാം വേണ്ടിയിരുന്നു കവിതകൾ രചിക്കുവാൻ വേണ്ടി. അങ്ങനെയൊക്കെ എല്ലാ വിധത്തിലും കവിതകൾ രചിച്ചിട്ടുള്ള ഒരാളോട് അയാൾ കവിതയിൽ നിന്ന് അല്പം ഉൾവലിഞ്ഞതായി കണ്ടപ്പോ കൂട്ടുകാരായ കവികളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നല്ല കവിയാണല്ലോ, എന്നിട്ടും എന്താണ് കവിത രചിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്ന. ഈ കവികളൊക്കെ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാനിതാ 40 കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് കളിക്കാനും തമാശക്കുള്ള സമയമല്ല. എനിക്കിതാ മടങ്ങിപ്പോകാനുള്ള ഒരുക്കങ്ങൾ സമ്പാദിക്കാനുള്ള സമയമാണ്. എന്റെ താടിയും മുടിയും ഒക്കെ ഇതാ നരച്ചിരിക്കുന്നു. എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മുന്നറിയിപ്പുകാരൻ വന്നിരിക്കുന്നു എന്ന ഓർമ്മയോടുകൂടി ജീവിക്കേണ്ട സമയമിതാ എന്റെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഞാൻ ആ രൂപത്തിലുള്ള കവിതകൾ രചിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു അറബി കഥയിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരാൾ മരണത്തിന്റെ മാലാഖയുമായി ചങ്ങാത്തം കൂടി, മലക്കുൽ മൗത്തുമായി ചങ്ങാത്തം കൂടിയ ഒരു കഥയാണ്. അങ്ങനെ ചങ്ങാത്തം കൂടിയതിനു ശേഷം അവർ പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഒരിക്കലതാ ഈ പറഞ്ഞ മലക്കുൽ മൗത്ത്, ഞാനിതാ ഇപ്പം വന്നത് രോഗ്യം പറയാൻ വേണ്ടിയിട്ടല്ല, എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾ മലക്കുൽ മൗത്തിനോട് ദേഷ്യപ്പെട്ടു. കാരണം നമ്മൾ തമ്മിൽ മുമ്പ് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. മരണത്തിന് മുമ്പ് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ എനിക്ക് നൽകും എന്നൊരു മുന്നറിയിപ്പ് താങ്കളോട്, ഒരു വാക്തത്വം നിങ്ങളോട് ഞാൻ എടുത്തിരുന്നുവല്ലോ. എന്നാൽ ഇതുവരെ ഇങ്ങനെയൊരു താക്കീതും മുന്നറിയിപ്പ് എനിക്ക് നൽകിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വഞ്ചകനാണ് എന്ന് പറഞ്ഞപ്പോ മലക്കുൽ മൗത്ത് പറഞ്ഞു പോലെ 1 അല്ല 2 അല്ല, എത്രയോ മുന്നറിയിപ്പുകാർ എന്റെ അടുക്കൽ വന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട സമയത്ത് നിനക്ക് യുവത്വമായിരുന്നു. ആ യുവത്വമെല്ലാം എന്നോട് വിട പറഞ്ഞു. ഇപ്പോൾ നിന്റെ ശരീരത്തിന് തന്നെ ബലഹീനത ബാധിച്ചിട്ടുണ്ട്. നിന്റെ ശരീരം നീ പറഞ്ഞിടത്ത് നിൽക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. അതൊരു മുന്നറിയിപ്പായിരുന്നു നിനക്ക് വന്നിരുന്നത്. നിന്റെ പല്ലുകൾ ഉറച്ചതായിരുന്നു. എന്ത് ഉറച്ചതും കടിച്ചു പൊട്ടിച്ച് കഴിക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ പല്ലുകൾ പലതും കൊഴിഞ്ഞുപോയി. നിനക്കുള്ള മുന്നറിയിപ്പുകാരനായിരുന്നു അത്. നിന്റെ കാഴ്ച നല്ല കൂർമ്മതയുള്ളതായിരുന്നു. അങ്ങ് ലോങ് സൈറ്റും വളരെ കൂടുതലായിരുന്നു. നിനക്ക് എല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോ നിന്റെ കാഴ്ച മങ്ങി. നീ കണ്ണട വെക്കുന്ന അവസ്ഥയിൽ വന്നു. അതിന്റെ പവറും നിനക്ക് പോരായ്ക വന്നു. അതും നിനക്ക് മുന്നറിയിപ്പായിരുന്നു. അതുപോലെ നിന്നെ നാം തമ്മിൽ കണ്ടുമുട്ടിയപ്പോ നിന്റെ തലമുടിയും താടിയുമെല്ലാം കറുത്തിരുണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോ അതതാ വെളുത്ത് നിറങ്ങൾ മാറി നിന്റെ പ്രായാധിക്യത്തിലേക്ക് എത്തി എന്ന സൂചന നൽകിയിരിക്കുന്നു. ഇതൊക്കെ നമുക്കുള്ള മുന്നറിയിപ്പുകളാണ് എന്ന് ആ ദൂതൻ പറഞ്ഞു എന്ന് ഒരു അറബി കവിതയിൽ കാണാവുന്നതാണ്. അറബി കഥയിൽ ഇങ്ങനെ ഉപകാരപ്രദമാകാൻ ഒരു ചരിത്രമാണെങ്കിലും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണത്. അതുകൊണ്ട് നര എന്ന് പറയുന്നത് ഒരു ശാപമൊന്നുമല്ല. ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിട്ടേക്കുന്നതായിരിക്കും ഉപകാരപ്രദമായിരിക്കുക. എന്നാൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളിൽ അതെങ്ങനെയാണോ വേണ്ടത് എന്നത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഓരോരുത്തരും പ്രാവർത്തികമാക്കുക.
പ്രത്യേക കാര്യം ഓർമ്മയിൽപ്പെടുത്തുവാനുള്ളത്, ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വിധേയമാവുകയാണ്. പല ബുദ്ധിമുട്ടുകളും ശാരീരികമായി ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുവാനുള്ള സൗഭാഗ്യം സർവാധിനാഥൻ അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അതുപോലെ ഒരു സഹോദരി ഞരമ്പ് സംബന്ധമായ ന്യൂറോ സംബന്ധമായിട്ടുള്ള ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹോദരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും സുഖം നൽകി, ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സയിൽ സുഖം നൽകി ആ സഹോദരിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടു കൂടി ദീർഘായുസ് നൽകി നിലനിർത്തുമാറാകട്ടെ. അതുപോലെ മറ്റൊരു സഹോദരൻ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളതാണ്. പള്ളിയിൽ പോകാൻ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള ചില രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പോകാനുള്ള അവസ്ഥയുണ്ടാകുമാറ് രോഗത്തിന് മാറ്റമുണ്ടാകണമെന്ന്, അങ്ങനെ പല രൂപത്തിലും രോഗങ്ങൾ കൊണ്ട് അതിനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിക്കുന്ന രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം നൽകി ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മപരവും വിശ്വാസപരവുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലുമെല്ലാം അനുഭവപ്പെടുന്ന മുന്നറിയിപ്പുകൾ, മരണത്തിന്റെ മുന്നറിയിപ്പുകൾ ഒരു താക്കീതായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം സർവശക്തൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബങ്ങളുമായ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب